ഡോക്ടറെ ഒ പിയിൽ എന്നും അസിഡിറ്റി, പുളിച്ചുതകട്ടൽ, നെഞ്ചിരിച്ചിൽ, ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഒക്കെ ആയിട്ട് ഒരുപാട് പേര് വരുന്നുണ്ട്. അപ്പോൾ അവർക്ക് നമുക്ക് മരുന്നല്ലാണ്ട് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? നമുക്ക് ഏറ്റവും സുപരിചിതമായിട്ടുള്ള ഒരു ഇലയാണ് ആര്യവേപ്പിൻ്റെ ഇല, അല്ലേ? ഒരുപാട് പേർക്ക് ഈ ഗ്യാസ്ട്രൈറ്റിസ്, അതായത് നമ്മുടെ നെഞ്ചരിച്ചിലും പുളിച്ചു തികട്ടലൊക്കെ വരുമ്പം എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ തരുമെന്ന് ചോദിക്കാറുണ്ട്. ഒരുപാട് സയൻറ്റിഫിക് സ്റ്റഡീസിൽ തെളിഞ്ഞിരിക്കുന്നതാണ് നമ്മുടെ ആര്യവേപ്പിൻ്റെ ഔഷധ ഗുണങ്ങൾ. ഗ്യാസ്ട്രോ ഇൻറ്റസ്റ്റൈനൽ അൾസർ, അതായത് നമ്മൾ സാധാരണ അൾസർ എന്നുള്ള പറയുന്ന രോഗങ്ങൾക്കൊക്കെ ഒരുപാട് പോസിറ്റീവായിട്ടുള്ളൊരു റിസൾട്ട് തരുന്നതാണ് ആര്യവേപ്പിൻ്റെ സത്ത്. അപ്പോൾ ഇതിന് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു വഴി പറഞ്ഞുതരാം. ഒരു 5-6 ആര്യവേപ്പിൻ്റെ ഇല എടുത്ത് ഒരു അര ഗ്ലാസ് വെള്ളത്തിലൊന്ന് തിളപ്പിച്ച് ആ ഇലയുടെ സത്തും പിഴിഞ്ഞെടുത്ത് ആ വെള്ളത്തിൽ ഇത്തിരി മോര്, തൈര് കടഞ്ഞ് വെണ്ണ മാറ്റിയ മോര്, അതാണ് ഏറ്റവും നല്ലത്. മോരും ലേശം നാരങ്ങാനീരും തേനും കൂടി ചേർത്ത് ദിവസവും കഴിക്കുകയാണെങ്കിൽ അസിഡിറ്റി, നെഞ്ചരിച്ചിൽ, പിന്നെ വയറ് കത്തുന്ന പോലത്തെ ബുദ്ധിമുട്ടുകൾ, പിന്നെ ഈ നമ്മൾ ജേർഡെന്ന് പറയുമല്ലോ, ഈ പുളിച്ച് തികട്ടൽ, അങ്ങനത്തെ ലക്ഷണങ്ങളൊക്കെ കുറയും. സ്ഥിരമായിട്ട് കഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഗട്ട് ഹെൽത്ത്, ദഹന സംബന്ധമായിട്ടുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്കൊരു നല്ലൊരു പരിഹാരം കിട്ടും. ദഹന സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിച്ചു കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ബ്രെയിനിൻ്റെ ആക്ടിവിറ്റിയും ഒരുപാട് ഇമ്പ്രൂവ് ചെയ്യും.